ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മുഖവുരയായി മറ്റ് പല കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. വെളിപ്പാട് പുസ്തകം 4-5 അധ്യായങ്ങളിൽ നാം സ്വർഗത്തിലെ കാര്യങ്ങളാണ് കണ്ടത് എങ്കിൽ വെളിപ്പാട് 6 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളിൽ ഭൂമിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. ഇത് ദാനിയേൽ പ്രവചനത്തിലെ 70 ആഴ്ചവട്ടത്തിലെ ഒടുവിലത്തെ ഒരാഴ്ചവട്ടവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് വേദപഠിതാക്കൾ അഭിപ്രായപ്പെടുന്നു. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 24 തൊട്ട് 27 വരെയുള്ള വാക്യങ്ങൾ. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അതിക്രമത്തിനു പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ അറിഞ്ഞും ഗ്രഹിച്ചും കൊള്ളേണ്ടതെന്തെന്നാൽ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായൊരു പ്രഭു വരെ 70 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും. അവന് ആരും ഇല്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവൻ്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും. അവസാനത്തോളം യുദ്ധമുണ്ടാകും. ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. അവൻ ഒരു ആഴ്ചവട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിൻ്റെ മധ്യേ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കി കളയും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവൻ്റെ മേൽ കോപം ചൊരിയും. ഈ 70-ാം ആഴ്ചവട്ടം മഹോദ്രവ കാലഘട്ടമാണ്. 70 ആഴ്ചവട്ടം ബാബിലോണിൽ വെച്ച് ദാനിയേൽ ഇതുവരെ കണ്ട ദർശനങ്ങളിൽ ജാതികളുടെ കാലഘട്ടത്തെക്കുറിച്ചായിരുന്നു. ഇപ്പോൾ താൻ ഈ പ്രവാസത്തിലായിട്ട് 68 വർഷമായി. ഈ സമയത്ത് ദാനിയേൽ തൻ്റെ ജനത്തെപ്പറ്റി ചിന്തിച്ച് വ്യാകുലപ്പെട്ട് പ്രാർത്ഥിച്ച് വചനം വായിച്ച് ഇരിക്കുമ്പോൾ യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ ഇസ്രായേൽ മക്കളുടെ പ്രവാസ ജീവിതം 70 വർഷം കൊണ്ട് തീരും എന്ന് താൻ കണ്ടെത്തി. യിരെമ്യാവ് 25-ാം അധ്യായം 11-12 വാക്യങ്ങൾ. ഈ ദേശമൊക്കെയും ശൂന്യവും സ്തംഭഹേതുവും ആകും. ഈ ജാതികൾ ബാബേൽ രാജാവിനെ 70 സംവത്സരം സേവിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. 70 സംവത്സരം തികയുമ്പോൾ ഞാൻ ബാബേൽ രാജാവിനെയും ആ ജാതിയെയും കൽദയരുടെ ദേശത്തെയും അവരുടെ അകൃത്യ നിമിത്തം സന്ദർശിച്ച് അതിനെ ശാശ്വത ശൂന്യമാക്കി തീർക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. മറ്റൊരു വാക്യം ദാനിയേൽ 9:2. അവൻ്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ ദാനിയേൽ എന്ന ഞാൻ യെരൂശലേമിൻ്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരും എന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാ പ്രവാചകനുണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകത്തിൽ നിന്ന് ഗ്രഹിച്ചു. ഇത് മനസ്സിലാക്കിയ ദാനിയേൽ തൻ്റെയും തൻ്റെ ജനത്തിൻ്റെയും പാപം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ദാനിയേലിന് വെളിപ്പെടുത്തിയതാണ് 70 ആഴ്ചവട്ടം. ഇത് പ്രധാനമായും ഇസ്രായേലിനെ സംബന്ധിച്ചുള്ളതാണ്. ഇത് ജാതികൾക്കോ ദൈവസഭയ്ക്കോ നേരിട്ട് ബന്ധമില്ല. എന്നാൽ ആശയവിനിമയങ്ങളിൽ ചെറിയ തോതിൽ സഭയ്ക്കും ജാതികൾക്കും ബന്ധമുണ്ട്. യഹൂദന്മാരുടെ പാപത്തിൻ്റെ ഫലമായി ദൈവം യഹൂദിയെ കൈവിടുകയും 70 വർഷം ജാതികളെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു. വേദപുസ്തക രേഖ അനുസരിച്ച് 3 പ്രാവശ്യമായിട്ടാണ് യഹൂദന്മാരെ ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോയത്. ഒന്ന് യെഹോയാക്കീമിൻ്റെ വാഴ്ചയുടെ 3-ാം സംവത്സരത്തിൽ, അതായത് BC 606 ആയിരുന്നു. ഈ അവസരത്തിലാണ് ദാനിയേലിനെയും കൂട്ടരെയും അടിമകളായി പിടിച്ചുകൊണ്ടുപോയത്. ദാനിയേൽ 1:1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങൾ. 2 യഹോയാക്കീൻ എന്ന രാജാവിൻ്റെ കാലത്ത് BC 597. 2 രാജാക്കന്മാർ 24:14 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങൾ. യെഗസ്കേൽ ഉൾപ്പെടെയുള്ള യഹൂദന്മാരെ അടിമകളായി കൊണ്ടുപോയത് ഈ സമയത്താണ്. 3 BC 587 3-ാം പ്രാവശ്യം പ്രവാസത്തിലേക്ക് പോയി. ഈ സമയത്ത് യെരൂശലേം പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു. 2 രാജാക്കന്മാർ 25:9-10 വാക്യങ്ങൾ. ഇതിൽ 1-ാം പ്രാവശ്യം ബാബിലോണിലേക്ക് പോയ പ്രവാസികളുടെ കൂട്ടത്തിലുള്ള ദാനിയേലിന് ഏകദേശം 20 വയസ്സ് കാണും എന്ന് കരുതപ്പെടുന്നു. 70 വർഷം കഴിയുമ്പോൾ തങ്ങൾക്ക് വിടുതലും രാജ്യസ്ഥാപനവും കിട്ടുമെങ്കിലും അവരുടെ പ്രവാസം പാപത്തിൻ്റെ ശിക്ഷ മാത്രമാണ്, അല്ലാതെ പാപത്തിൻ്റെ പ്രായശ്ചിത്തമോ പാപത്തിൽ നിന്നുള്ള വിടുതലോ അല്ല. മശികയുടെ മരണത്തോടു കൂടി മാത്രമേ പാപത്തിൽ നിന്നുള്ള ഉദ്ധാരണം മനുഷ്യന് സാധ്യമാകൂ. 70 ആഴ്ചവട്ടത്തെ 3ആയി തരംതിരിക്കാം. 70 ആഴ്ചവട്ടം ദാനിയേൽ 9:25 തൊട്ട് 27 വരെയുള്ള വാക്യങ്ങളാണ്. 1 70 ആഴ്ചവട്ടം 7 × 7 = 49 വർഷം. 2 62 ആഴ്ചവട്ടം 62 × 7
സമം 434 വർഷം. 3 ഒരാഴ്ച വട്ടം 1 × 7 7 വർഷം. അങ്ങനെ 490 വർഷം. എന്തിനാണ് 70 ആഴ്ചവട്ടം? ദാനിയേൽ 9:24 എന്തിനാണ് 70 ആഴ്ചവട്ടം? ഈ വിഷയത്തെ സംബന്ധിച്ച് നാളെ നമുക്ക് വിശാലമായി പഠനത്തിന് വിധേയമാക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു സോ മച്ച്.